സങ്കടമുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത്, മനുഷ്യനാണോ ദൈവമാണോ അടുത്ത്, സങ്കടമുള്ള നിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത്, നാട്ടുകാരേക്കാൾ അടുത്ത്, അപ്പുറത്തെ മുറിയിലിരിക്കുന്ന നിൻ്റെ സ്വന്തം മകനേക്കാളും ഭാര്യയെക്കാളും അടുത്ത് ദൈവമാണ്. പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ സ്വപ്നങ്ങൾ തന്ന് പുതിയ ജീവിതത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അവിടെയെല്ലാം കൈവിടാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ മറക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്ക്, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ 16-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ ഒരു ശുശ്രൂഷയും ഈ വചനവും ഒക്കെ കേൾക്കുന്നു, അറിയുന്നു, ദൈവവചനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത് സ്വീകരിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഈ ലഭിക്കപ്പെട്ട സമയം ഒരു മിനിറ്റ് പോലും മറ്റൊരു കാര്യം പറഞ്ഞ് കളയാൻ വേണ്ടി ഒരു സമയവും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. മുഴുവൻ സമയവും ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഈ വചനം മനസ്സിലാക്കാൻ നമ്മുടെ സ്വന്തം ബുദ്ധിയും ശക്തിയും ആലോചനയും മാത്രം പോരാ. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നല്ല സഹായം വേണം. ആ സഹായമാണ് നമുക്ക് ഈ കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി നമ്മളിൽ നിക്ഷേപിക്കാൻ സാധിക്കുക. കാരണം യേശു പറഞ്ഞല്ലോ, ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണെന്നാണ് പറഞ്ഞത്. കുറേ ഭക്ഷണം കൊണ്ടാണ് ജീവിക്കുന്നതെന്നല്ല പറഞ്ഞത്, ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വാക്കുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. ഒത്തിരി പേര് ജീവിതത്തിൽ തോറ്റുപോയവരാണ്, ജീവിതത്തിൽ തോറ്റവരാണ്. ബിടെക്കിന് നല്ല മാർക്കുണ്ട്, എംടെക്കിന് നല്ല മാർക്കുണ്ട്, പക്ഷേ ജീവിതത്തിൽ മാർക്കില്ല. എല്ലാത്തിനും ഭയങ്കര മാർക്കുള്ളവരാണ്. ജീവിതത്തിൽ പലരും തോറ്റുപോയവരാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം ഒത്തിരി വിജയിച്ചവരുണ്ട്, ബിസിനസ്സിൽ വിജയിച്ചവരുണ്ട്, ഒക്കെ വിജയിച്ചവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ കുറേ അധികം ആളുകൾ ജീവിതത്തിൽ തോറ്റുപോയവരാണ്. ജയിച്ചിട്ടില്ല, അവർ തോറ്റുപോയി, ദയനീയമായി തോറ്റുപോയി. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും തോൽപ്പിക്കുന്ന കാര്യമല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം, വിജയിപ്പിക്കുന്നതാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 23-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കുന്ന ഈ 16-ാമത്തെ ദിവസം നമ്മൾ കേൾക്കുന്ന സങ്കീർത്തനം 23-ാം അധ്യായത്തിൻ്റെ വാക്യമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 23-ാം അധ്യായം സങ്കീർത്തനം 23:1 ഏതൊരു മനുഷ്യനും അറിയാവുന്ന ഒരു വാക്യമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ആ വാക്യത്തിന് തന്നെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. ദൈവം ഇടയനായിട്ടുള്ളവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ആ വാക്യമെല്ലാം വായിച്ച് പോകുമ്പോൾ അവിടെ 4-ാമത്തെ ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ചില സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ കൊള്ളുന്നൊരു വാക്യമാണ്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും. അയ്യോ, അതിന് മരണത്തിന് നിഴലുണ്ടോ? നിഴൽ, മരത്തിന് നിഴലുണ്ട്, മനുഷ്യന് നിഴലുണ്ട്. ആദ്യമായിട്ട് കേൾക്കുകയാണ് മരണത്തിന് നിഴൽ. ആ, മരണത്തിനും നിഴലുണ്ട്. എവിടെയാ നിഴലെന്ന് പറയുന്നത്? എവിടെയാ? എൻ്റെ നിഴൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ നിഴൽ 100 മീറ്റർ അപ്പുറത്തല്ല, എൻ്റെ ഏറ്റവും മുട്ടി തന്നെ നിൽക്കുന്നതാണ് നിഴൽ. അപ്പം മരണത്തിൻ്റെ നിഴലെന്ന് പറഞ്ഞാലോ, അത് ചില സമയം നമുക്ക് തോന്നും മരണത്തിൻ്റെ അത്രയും അടുത്ത് നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ വരാൻ ജീവിതത്തിൽ. മരണം അത്രയും പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര, നമ്മൾ പറയില്ലേ, സങ്കടങ്ങളുടെ ഒരു താഴ്വരയാണ് എൻ്റേത്, നിരാശയുടെ താഴ്വരയാണ് എൻ്റേത്, തകർന്ന് തരിപ്പണമായൊരു ജീവിത താഴ്വരയിലാണ് ഞാനുള്ളത്.
നമുക്കുണ്ട് ഒത്തിരി താഴ്വരകളുടെ കഥ പറയാൻ. ബൈബിൾ പറയുന്ന മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന്, ആരവിടുന്ന്? ഇടയനായിട്ടൊരു ദൈവം എനിക്കുള്ളത് കൊണ്ട് ആ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇത് പറഞ്ഞത് സങ്കീർത്തകനായ ദാവീദാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര ജീവിതത്തിൽ അനുഭവിച്ച ഒരാൾ ഈ ബൈബിളിലുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ, ബൈബിളിൽ മാത്രമല്ല, എന്നെ കേൾക്കുന്ന 100 പേർക്ക് ഇപ്പോൾ പറയും, ഞാനും മരണത്തിൻ്റെ നിഴൽ വീണ ഒരു താഴ്വരയിലാണ്, എൻ്റെ കുടുംബം ഇപ്പം ആ നിലയിലാണ്. സാരയില്ല, ഇന്ന് ദൈവം നിന്നോടാ സംസാരിക്കുന്നത്. ഇന്ന് ദൈവം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥനയ്ക്ക് നിന്നെ ഒരുക്കാൻ ഇതിനകത്ത് ഇരുത്തിയത് ദൈവമാണ്. ഇത് കേൾപ്പിക്കുന്നത് ദൈവമാണ്. നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇത് ദൈവം ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല, ഇത് സങ്കീർത്തകനായ ദാവീദ് സ്വന്തം അനുഭവത്തിൽ പറഞ്ഞതാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ പോയാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ. ഞാൻ ആ വാക്യം എടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരാൾ അതിനകത്തുണ്ട്. 21-ാം അധ്യായം ഇസ്ഹാക്കിൻ്റെ ജനനം എന്നാണ് ഹെഡിങ്. അവിടെ അബ്രാഹത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്ന ഒരടിമ സ്ത്രീയാണ്, വേലക്കാരി സ്ത്രീയുടെ പേരാണ് ഹാഗാർ. ഈജിപ്തുകാരിയായ ഹാഗാർ. ഈ വിവരം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഞാൻ പറയുമ്പോൾ. ഞാനിത് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾ അറിയണം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. അവിടെയും ദൈവം കൂടെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അവിടെ ദൈവം ഇല്ലെന്നല്ല. ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ സ്വന്തക്കാരും ബന്ധുക്കളും മിത്രങ്ങളൊന്നും വരത്തില്ല. ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കുകയില്ല. ഇനി അഥവാ നമ്മളെ ആ അവസ്ഥയിൽ കണ്ടാലും പെട്ടെന്ന് അവരാ സ്ഥലം വിട്ടുപോകും. മൈൻഡ് ചെയ്യത്തില്ല, നോക്കുക പോലും ചെയ്യില്ല. എന്നാ വേണമെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ എന്ന് പോലും ചോദിക്കത്തില്ല. അവർ നാട് നീളെ പറയും, നമ്മളോട് ചോദിക്കത്തില്ല. പക്ഷെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് നീയോ നിൻ്റെ കുടുംബമോ ഇരിക്കുന്നെങ്കിൽ തകർന്നു പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെന്ന്. അത് നിന്നോടാ പറയുന്നത്, നിൻ്റെ കുടുംബത്തോടാണ് ദൈവം സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തിൽ അബ്രാഹാം അതാണ് 10-ാമത്തെ വാക്യം. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക എന്ന് പറഞ്ഞു. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ പറഞ്ഞു, ആ സ്ത്രീയെയും കൊച്ചിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. ഇനി എന്തൊക്കെ കൊടുത്താൽ വിട്ടേന്ന് എഴുതിയിട്ടുണ്ട്. 14-ാമത്തെ വാക്യം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വച്ച് കൊടുത്ത് മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ മരുഭൂമിയുടെ പേരെഴുതിയിട്ടുണ്ട്, ബെർഷെബ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്താ മരുഭൂമി എന്നറിയാമോ? കണ്ടിട്ടെങ്കിലും ഉണ്ടാകും, ടി വിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്രകളിലൊക്കെ പോയപ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അറിയാം മരുഭൂമി എന്താണെന്ന്. കടൽ പോലെ മണൽ കിടക്കുന്ന സ്ഥലം, കൃഷിയൊന്നുമില്ലാത്ത, ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ തണൽ മരം പോലെ മുൾച്ചെടികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മരുഭൂമി. മണലുകൾ കൊണ്ട് തന്നെ മലകളും കുന്നുകളും ഒക്കെയുള്ള വെറും മരുഭൂമി, ഒന്നുമില്ല അതിനകത്ത്. കുറേ മരുഭൂമിയിൽ ചില വിഷമുള്ള പാമ്പുകളുണ്ടെന്ന് പറയുന്നു. ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെയും അതിൻ്റെ കൊച്ചിനെയും അങ്ങ് വിട്ടു. ആകെയുള്ളത് 10 ലക്ഷം രൂപയൊന്നും അല്ല കൊടുത്തുവിട്ടത് കുറച്ച് അപ്പവും ഒരു തുകൽ സഞ്ചിക്കകത്ത് കുറച്ച് വെള്ളവുമാണ്. ഇത് പോയത് എവിടെ ചെന്ന് അവസാനിച്ചെന്നറിയാം? മരുഭൂമിയിലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലെത്തി യാത്ര. ഇത് അബ്രാഹമോ സാറായോ ചിലപ്പോൾ ചിന്തിച്ചു പോലും കാണില്ല. പോയത് ആരും കൂട്ടിനില്ലാത്ത ഒരു അമ്മയും ഒരു കൊച്ചുമാണ്. നമുക്കത് ഭാവനയിൽ തന്നെ കണ്ടാൽ ഒരു മനുഷ്യൻ്റെ കണ്ണ് നിറയും. സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആളില്ല, അർത്ഥമില്ല, വീടില്ല, കയറിക്കിടക്കാനൊരു കൂരയില്ല, ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രമില്ല. എങ്ങനെ ജീവിക്കും? കുറച്ച് അപ്പവും കുറച്ച് വെള്ളവും മാത്രമുണ്ട് സ്വത്തായിട്ട്. ശരിക്കും ഈ യാത്ര ചെല്ലുമ്പോൾ സങ്കീർത്തകൻ 23-ാം അധ്യായത്തിൽ പറഞ്ഞ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഈ അമ്മയും കുഞ്ഞും എത്തി.
15-ാമത്തെ വാക്യം ശരിക്കും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണ്. എഴുതിയിരിക്കുന്നത്, തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു. അവളൊരു കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തി. ഏതൊരമ്മയ്ക്ക് പറ്റും? ഒരമ്മയ്ക്ക് പറ്റുമോ തൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുപോയി കിടത്താൻ? അങ്ങനെ കിടത്തിയെങ്കിൽ അപ്പോഴത്തെ മാനസിക സ്ഥിതി എന്തായിരിക്കും? എന്തുമാത്രം ആ വ്യക്തി തകർന്നിട്ടുണ്ടാവും. അങ്ങനെ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞിനെ അപ്പുറത്തെ കാട്ടിക്കൊണ്ടുപോയി കിടത്തണമെങ്കിൽ എന്തുമാത്രം മാനസികമായി തകർന്നിട്ടുണ്ടാവും, കൈവിട്ടു പോയിട്ടുണ്ടാകും ആ വിഷയം. ആ വിഷയത്തിൻ്റെ പേരാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് കേട്ടോണം. ഈ 16-ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടുവാണ് ഈ വചനത്തിലൂടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഈ 23-ാം സങ്കീർത്തനം പറഞ്ഞതുപോലെ മരണത്തിൻ്റെ നിഴൽ വീണ ഏതോ ഒരു താഴ്വരയിലാണ്, എവിടെയോ ഒരു താഴ്വരയിലാണ്. ഇവിടെ ദൈവം നിങ്ങളെ കരുതുന്ന കണ്ടോണം, ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നത് കണ്ടോണം. നിങ്ങളത് അറിയണം. ഇതറിയാതെ സങ്കടപ്പെട്ട് തലകുനിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇരിക്കരുത്. ഇതറിയണം. അവിടെ എത്തിയപ്പം ഈ അമ്മ പറയാണ്, കൊച്ചു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന്. ആ ഒരു കൊച്ച് മരിക്കാറാകുന്ന, പട്ടിണി കൊണ്ട് മരിക്കാറാവുന്ന അന്തരീക്ഷം എന്നറിയാമോ? ഈ തല മാത്രം വലുതാവും, വലിയ തലയും ഉടൽ ചെറുതാവും. അതാണ് ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ അവസ്ഥ. വയറ് ചെറുതാവും, വയറൊട്ടിപ്പോവും. നമ്മുടെ ചങ്ക് ഭാഗത്തുള്ള വാരിയല് അത് തൊലിപ്പുറത്തിങ്ങനെ എണ്ണാം ഭാഗത്തിന് തെളിഞ്ഞു വരും. അങ്ങനെയൊരു കൊച്ചിനെ ഒരമ്മ കൊണ്ടുപോയി കാട്ടിൽ കടത്തുമ്പോൾ പറയും, ഈ കൊച്ചിന് മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും. അത് മരിക്കുന്നത്, എൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് അതെൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒരു കല്ലേറ് ദൂരം മാറി ഇരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 16-ാമത്തെ വാക്യം, കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്നും പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പെയ്ത്ത് ദൂരം ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. ബൈബിൾ വായിക്കുമ്പോൾ ആ തിരിഞ്ഞിരിപ്പിന് എന്തോ ഒരു വലിയ പ്രത്യേകതയൊന്നും കാണത്തില്ല. പക്ഷെ ഞാനതിനെ വിശാല അടിസ്ഥാനത്തിൽ കാണുന്നു. തിരിഞ്ഞിരുന്ന് ആ മരുഭൂമിയിൽ മിക്കവാറും ഏതൊരു വ്യക്തിയും പ്രാർത്ഥിച്ചു പോകും. അവിടെ ഇനി ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്നവൻ വരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അവൻ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു പോകും. ഒരുപക്ഷെ ആ അമ്മ അവിടെ തിരിഞ്ഞിരുന്നു എന്നേ ഈ പുസ്തകത്തിൽ അക്ഷരരൂപത്തിൽ എഴുതിയിട്ടുള്ളെങ്കിലും അല്പം വിശാല അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, ആ അമ്മ അവിടെ ഇരുന്ന് ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചിട്ടുണ്ടാകണം. ബൈബിൾ ഒരു വാക്കുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഏത് മരുഭൂമിയിലും ദൈവം സമീപസ്ഥനാണ്. ഇനി അടുത്തൊരു വാക്യം എഴുതിയിരിക്കുകയാണ്, കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയെന്ന്. മരിക്കാൻ തുടങ്ങുന്ന, മരണത്തോളം ഒട്ടിപ്പോയ, പട്ടിണി കൊണ്ട് ഉണങ്ങിപ്പോയ ശരീരം, ആ മനുഷ്യൻ കരഞ്ഞാൽ ഇത്രയ്ക്കിത്രേ ഒച്ചയേ ഉള്ളൂ. ആരോഗ്യമുള്ളൊരു കൊച്ചു കരയുന്ന പോലെയൊന്നും മരിക്കാറായ ഒരു കുഞ്ഞ് കരയത്തില്ല. ആ ചെറിയൊരു ഒച്ച വച്ചിട്ടുണ്ടാവും. പക്ഷെ എഴുതിയിരിക്കുകയാണ്, അമ്പയത്തോട് ദൂരെ കിടക്കുന്ന അമ്മ ഇത് കേട്ടിട്ടില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇത് കേട്ടു എന്ന്. ആരാ അപ്പോൾ അടുത്ത്? രണ്ടിൻ്റെ അകലം തമ്മിൽ ഒരു സ്കെയിൽ വെച്ച് അളക്കാൻ പോവുകയാണ് ഞാൻ. അമ്മ ഇരിക്കുന്ന ഒരു അമ്പയത്ത് ദൂരമാണ്, അളവ് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇരിക്കുന്ന അളവ് പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ അളവ്, ഹൃദയം നുറുങ്ങിയവർക്ക് അമ്പയത്ത് ദൂരെ ദൈവം എന്നല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം ആ സമീപസ്ഥനാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ അതുപോലെ വായിക്കാം. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു, അമ്മ കേട്ടു എന്ന് എഴുതിയിട്ടുമില്ല. നോർമലായിട്ടും അമ്മ അവിടെയായി ഇരിക്കുന്നെങ്കിലും ഒരു പക്ഷേ മനസ്സ് ഇവിടെയായിരിക്കും, ഈ കൊച്ചിൻ്റെ ഒപ്പമായിരിക്കും. മരിച്ചിട്ടുണ്ടാകുമോ, ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കും, പോയി നോക്കിയാലോ, മനസ്സിവിടെയാണ്, ശരീരം അവിടെയുള്ളൂ. പക്ഷേ ഈ അമ്മ കേട്ടില്ല. അതെന്തായിരിക്കും? അപ്പോൾ ഇവിടെ ആരാ അടുത്ത്? സങ്കടമുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത്, മനുഷ്യനാണോ ദൈവമാണോ അടുത്ത്? സങ്കടമുള്ള നിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത്, നാട്ടുകാരേക്കാൾ അടുത്ത്, അപ്പുറത്തെ മുറിയിലിരിക്കുന്ന നിൻ്റെ സ്വന്തം മകനേക്കാളും ഭാര്യയെക്കാളും അടുത്ത് ദൈവമാണ് നിൻ്റെ അടുത്തുള്ളത്. നീ തകർന്നു പോകാത്തതിൻ്റെ കാരണം ദൈവം നിനക്കടുത്തുള്ളത് കൊണ്ടാണ്. ഈ മരുഭൂമിയിലും ദൈവം നിനക്കടുത്തുണ്ട്. ഈ മരുഭൂമിയിലും ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഈ മരുഭൂമിയിൽ ഉണങ്ങി പട്ടുപോകേണ്ട ആളാണ് നീ, പക്ഷേ നിൻ്റെ കൂടെ ദൈവമുണ്ട്. വാക്കി നോക്കൂ, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ഒരു കരച്ചിൽ പോലും അപ്പോൾ ആര് കേൾക്കും? ദൈവം കേൾക്കും. ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ സങ്കീർത്തനം 23-ാം അധ്യായം ഓർമ്മ വരും.
മരണത്തിൻ്റെ നിഴൽ വീണൊരു താഴ്വര. ശരിക്കും ഹാഗാറും കുഞ്ഞും അനുഭവിച്ച് കടന്നുപോയത് മരണത്തിൻ്റെ നിഴൽ വീണ ഒരു താഴ്വരയാണ്. പക്ഷെ ബൈബിൾ പറയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ പോകുന്നതെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതുപോലൊരു അനുഭവം ഉണ്ടായപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹാഗാറിനോട് പറഞ്ഞു, 18-ാമത്തെ വാക്യം, എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കാൻ പറഞ്ഞു. അയ്യോ, അത് കൊണ്ടേ വച്ചത് എന്തിനാണെന്നറിയാമോ? ഇനി മരിച്ചു പോകത്തുള്ളൂ. ഇനി ഈ കൊച്ചിനെ എടുക്കുന്നത് അപ്പുറത്ത് കുഴി കുത്തി അടക്കാനായിരിക്കും എടുക്കുന്നത്. പക്ഷെ അടക്കാനല്ല കൊച്ചിനെ എടുത്തത്. ദൈവം പറഞ്ഞു, എടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട, നമ്മൾ ഒരുപക്ഷെ ഇനി ഒന്നും ശരിയാകത്തില്ലെന്നും പറഞ്ഞ് അവിടെ ഇട്ട വിഷയമായിരിക്കും ഇന്ന് നിങ്ങൾ കൈകളിൽ ദൈവം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത്. നിങ്ങൾ പറയും, ഇത് ശരിയാകത്തില്ല, ഞാനിത് ഉപേക്ഷിച്ച്, ഇനി ഇതില്ല. നിങ്ങൾ പുറംതിരിഞ്ഞു പോയ ആളായിരിക്കും നിങ്ങൾ. എന്ത് കാര്യവുമാകട്ടെ, ദൈവം നിങ്ങളെക്കൊണ്ട് അത് എടുപ്പിക്കുന്ന 16-ാമത്തെ ദിവസമായിരിക്കുന്നത്. അതെടുക്കാൻ പറയും ദൈവം. നീ ഉപേക്ഷിച്ചത്, നീ ശരിയാവില്ല എന്ന് പറഞ്ഞ് എടുക്കാൻ പറയും. ദൈവം നിന്നെക്കൊണ്ട് എടുപ്പിക്കും. ദൈവം എടുപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അതാണ് അത്ഭുതമുള്ളത്. 18-ാമത്തെ വാക്യം എടുത്തിട്ട് ഒരു പ്രവചനം നടക്കുവാണ്. അതായത് മെലിഞ്ഞുണങ്ങി ആരാംവാലി, അതായത് വാരിയല് വരെ കാണാൻ പാകത്തിന് ഉണങ്ങിപ്പോയ ഈ കൊച്ചിനെ നോക്കിയിട്ട് പ്രവചിച്ച് നോക്കൂ, ഇവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനത്തെ കൊണ്ടുവരുന്നു. ലോകത്തിൽ ആർക്കു പറയാൻ പറ്റും? ഭക്ഷണം കിട്ടാതെ കുടലൊട്ടിപ്പോയ കൊച്ചിനെ നോക്കി, ശരീരം കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ഒരു വലിയ തലയും മരുഭൂമിയിലെ വെയിൽ കൊണ്ട് കളറും പോയ ഒരു കൊച്ചിനെ നോക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ ദൈവസന്നിധി കരഞ്ഞവനാണ്, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കുമെന്ന്. ഇന്ന് ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കുന്ന മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന നിങ്ങളോടുള്ള സ്വർഗത്തിൻ്റെ സ്വരമാണ്, നിങ്ങളെ ഞാൻ വലിയൊരു ജനതയാക്കും. നീ ഇവിടം കൊണ്ട് തീർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നീ വലിയൊരു ജനതയായി മാറും. തീർന്നിട്ടില്ല, വാക്യങ്ങളൊന്നും തീർന്നിട്ടില്ല. അടുത്ത വാക്യം അങ്ങനെയാണ്, 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണിനെ തുറന്നു. അപ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ ഇത്രയും നേരം കണ്ണ് അടച്ചാണോ ഇരുന്നത്? അത് ദൈവം ഒരു സൂചന തരുവാണ്. ദൈവം കണ്ണ് തുറക്കും. കണ്ണ് മാത്രമല്ല ദൈവം തുറക്കുന്നത്, ദൈവം അത്ഭുതങ്ങളുടെ വഴി തുറക്കും. ദൈവം ജീവിതത്തിൻ്റെ പുതിയ മാർഗങ്ങൾ തുറക്കും. പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ സ്വപ്നങ്ങൾ തന്ന് പുതിയ ജീവിതത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കും. ഒരുപക്ഷെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ പലകയിൽ എഴുത്, ദൈവം ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കാൻ പോവാണ്. ദൈവം തുറക്കും. അടുത്ത് ദൈവം കണ്ണ് തുറന്നു. എന്നിട്ട് എന്ത് കണ്ടു? ഒരു കിണർ കണ്ടു. അവളൊരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ഇതിനകത്ത് അബ്രാഹാം കൊടുത്തുവിട്ട സഞ്ചിയാണ്. അതിനകത്ത് കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ അതിനകത്തെ ആ സഞ്ചിക്കകത്തെ അവസാനത്തുള്ളി വെള്ളവും തീർന്നു പോയതായിരുന്നു. പക്ഷേ ഇന്ന് 1000 തുകൽ സഞ്ചി നിറച്ചാൽ പോലും തീരാത്തൊരു കിണറാണ് ഇന്ന് അവളുടെ മുമ്പിൽ ദൈവം തുറന്നത്. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ പറ്റിപ്പോയ ഒരു സഞ്ചിയാണ് കയ്യിലുണ്ടായിരുന്നത്. ഇന്നോ 1000 തുകൽ സഞ്ചി നിറച്ചാലും തീരാത്തൊരു കിണറാണ് അവളുടെ മുമ്പിലുള്ളത്. ഒറ്റ കാര്യം നടന്നിട്ടുള്ള അതിനിടയിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചൊരു സമയം അതിനിടയിലുണ്ടായി. ദൈവസന്നിധിയിൽ ഒറ്റ കരഞ്ഞൊരു നിമിഷമുണ്ടായി. ആ കരഞ്ഞ കൊച്ചിനെ നോക്കി ദൈവം പറഞ്ഞു, ഇവനിൽ നിന്ന് ഞാൻ വലിയ ഒരു ജനതയെ ഞാൻ കൊണ്ടുവരും, നന്മയുണ്ടാവും, തീർന്നു പോകത്തില്ല എന്ന് പറഞ്ഞു. അത് അവസാനിച്ചിട്ടില്ല. 20-ാമത്തെ വാക്യം, ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായി അങ്ങ് മാറി. അതിനകത്ത് 2 വാക്കുണ്ട്. എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് ഇന്നൊരാൾക്ക് സമർത്ഥനായ ഒരു മനുഷ്യനാകാൻ പറ്റുന്നില്ല. ഇന്ന് പഠിക്കാൻ സ്കൂള്, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള കട്ടിൽ, ഇഷ്ടമുള്ള മുറി, ഇഷ്ടമുള്ള സ്കൂള്, ഇഷ്ടമുള്ള കോളേജ്, എല്ലാം ഇഷ്ടമുള്ളതാണ്. എന്നിട്ട് പോലും സമർത്ഥനായി വളരാൻ പറ്റുന്നില്ല പലർക്കും. എന്നിട്ടും ജീവിതത്തിൽ ഒരുപാട് പേർ സമൃദ്ധിയായി എല്ലാം ഉണ്ടായിട്ടും തോറ്റുപോകുന്നു. പക്ഷേ ഓർത്തു നോക്കൂ, ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ ഒരു സ്കൂളും കോളേജും ട്യൂഷൻ മാസ്റ്ററും ഇല്ല. പിന്നെ എങ്ങനെ ഇത് വളർന്നു? എങ്ങനെ വളർന്നു വലുതായി സമർത്ഥനായ ഒരു മനുഷ്യനായി മാറി? ഇവനെ ആരാ ട്യൂഷൻ എടുത്തത്? ആരാ പഠിപ്പിച്ചത്? ആരാ ഫോർമേഷൻ കൊടുത്തത്? ഇവിടെയെല്ലാം പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എല്ലാം തീർന്നു, അവസാനിച്ചു എന്നൊക്കെ പറയാൻ വരട്ടെ, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ദൈവം
ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു. നിസ്സാരമായി കാണരുത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിഷയം. ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങ് വല്ലാതെ മാറിയത്. അവൻ വളർന്നു സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവൻ്റെ ജീവിതം മാറി. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 23-ാം അധ്യായം 4-ാമത്തെ വാക്യം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഞാൻ കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല. ഇനി 6-ാമത്തെ വാക്യമുണ്ട്. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 6-ാമത്തെ വാക്യം എന്നറിയോ? അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ആരെ അനുഗമിക്കും? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അതിൻ്റെ മുമ്പിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, യഹോവയാണ് എൻ്റെ ഇടയൻ, എനിക്കൊരു കുറവും ഉണ്ടാകത്തില്ല എന്ന് വിശ്വാസത്തിൽ പറഞ്ഞൊരു വ്യക്തിയുടെ അനുഭവം പറയാണ്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അവിടുത്തെ നന്മയും കരുണയും, ഈ വചനഭാഗം എല്ലാം ചേർത്ത് ഒരു നൂലിലെ മുത്ത് കോർത്ത് വച്ചതുപോലൊന്ന് ചേർത്ത് വെച്ച് സങ്കീർത്തനം 23-ാം അധ്യായം വാക്യത്തിൽ 4-ാം വാക്യത്തിൽ കണ്ടു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ. അങ്ങനെ ഒരു താഴ്വര ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടത്. തകർന്നു പോകാൻ ദൈവം സമ്മതിച്ചില്ല. അവിടെ നിന്ന് എഴുതിയിരിക്കുന്നു 6-ാമത്തെ വാക്യം. ഈ 6-ാമത്തെ വാക്യം നിങ്ങൾ ബൈബിളിൽ വായിക്കണം. അത് ബൈബിളിൽ ദാവീദ് പറയുകയാണ്, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുമെന്ന്. എന്താ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? എൻ്റെ പിറകെ വരുന്നതിനാണ്. യേശു പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും എന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പിറകെ വരുവിൻ എന്നാ. അപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് ദൈവത്തിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എൻ്റെ പുറകെ വരുമെന്ന്. നീ ദൈവം ഇടയനായിട്ടുള്ള ആളാണെങ്കിൽ അനുഗ്രഹം നിൻ്റെ ഒപ്പം വരും. നീ പോകുന്നിടത്ത് നീ അനുഗ്രഹം നിൻ്റെ ഒപ്പം വരും. നീ ആയിരിക്കുന്നിടത്ത് അനുഗ്രഹം വരും. നിൻ്റെ ജീവിതം തന്നെ ഒരു അനുഗ്രഹമായത് മാറും. നിൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ നന്മയും കരുണയും നിൻ്റെ പിറകെ അനുഗമിക്കും. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, നന്മയും കരുണയൊക്കെ ജീവിതത്തിലുണ്ടായ പലരും ദൈവത്തിൻ്റെ ആലയം മറക്കും. ഇതിനു മുമ്പും ദൈവത്തിൻ്റെ കരുണയും നന്മയും ഉണ്ടായ പലരെയും മഷിയിട്ട് നോക്കാൻ പോലും കാണാൻ പോലുമില്ല. അവർ പലരും ദൈവത്തെ തന്നെ ഉപേക്ഷിച്ച്. പ്രാർത്ഥിക്കാൻ സമയമില്ല. അവർക്ക് ബർത്ത്ഡേ പാർട്ടിയുണ്ട്, വീട് കയറിക്കൊള്ളലുണ്ട്, കല്യാണമുണ്ട്, ബിസിനസ്സുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്. അവരൊന്നും ദൈവത്തിൻ്റെ ആലയത്തിൽ പോയിട്ട് അവരുടെ വീട്ടിലെ പ്രാർത്ഥനാമുറിയിൽ പോലും അവരെ കാണാനില്ല. എന്ത് കിട്ടിയപ്പോഴെന്നറിയോ? ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും ഉണ്ടായേ പിന്നെ. എത്രയോ പേരാ ഒന്നുമില്ലായ്മയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വളർന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല, ദൈവവചനം തുറക്കാൻ പോലും നേരമില്ല. തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. നല്ല അടി കിട്ടുമ്പോഴേ പിന്നീട് ഓർമ്മ വരുള്ളൂ പലർക്കും. ബൈബിൾ എഴുതിയിരിക്കുകയാണ്, ദാവീദ് പറയുവാണ്, നിൻ്റെ നന്മയും കരുണയും എൻ്റെ മരണം വരെ എൻ്റെ കൂടെ നിൽക്കുമ്പോഴും എന്നെ അന്വേഷിച്ച് ടൗണിലൊന്നും പോകണ്ട, നിൻ്റെ ആലയത്തിൽ കാണും ഞാൻ. നിൻ്റെ ആലയത്തിൽ ഞാൻ അവിടെ ഉണ്ടാവും. അതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെ ഒന്നും ഇല്ലാത്തവരായിരിക്കും കേട്ടോ. പക്ഷെ നാളെ ദൈവത്തിൻ്റെ കരുണയും നന്മയും ഒക്കെ വരുമ്പം നിങ്ങളെ ദൈവം ആലയത്തിൽ കാണണം, ദേവാലയത്തിൽ ദൈവസാന്നിധ്യത്തിൽ ഉണ്ടാകണം, ആ തണലിൽ എവിടെയെങ്കിലും കാണണം. അല്ലാതെ എന്തേലും ആയിക്കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ ആ പരിസരത്തൊരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റില്ലാത്ത വിധത്തിൽ അകന്നു പോകുന്നവരാ പലരും. മനുഷ്യൻ, ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ അനുഗ്രഹം 2 കൈ നീട്ടി സ്വീകരിക്കും, എത്രയും പെട്ടെന്ന് അത് മായ്ച്ചും കളയും. പിന്നെ എല്ലാം സ്വന്തം പിന്നെ നമുക്ക് തിരക്കാണ്. നല്ല വസ്ത്രമായി, നല്ല വാഹനമായി, പുതിയ വീടായി, പുതിയ ഭംഗിയായി, പുതിയ രീതിയായി, പുതിയ ബന്ധമായി തന്നവനെ അങ്ങ് മറക്കും, മായ്ച്ചു കളയും. ചെയ്യരുത്. ദാവീദ് പറഞ്ഞ് ഏത് ബൈബിൾ കോളേജിൽ പോയിട്ടാ ഇത് ദാവീദ് പഠിച്ചത്? ഇന്ന് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച താങ്കൾക്കില്ലല്ലോ ഈ ജ്ഞാനം. ദാവീദ് പറഞ്ഞു, നന്മയും കരുണയും എനിക്ക് എന്തേരെ ഉണ്ടായാലും ഞാൻ എന്നെ അന്വേഷിച്ച് എവിടെയും പോകണ്ട. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഇതൊക്കെയാണ്
ഇതാണ് ആത്മീയമായ ഒരു വളർച്ചയെന്ന് പറഞ്ഞാൽ. നിങ്ങളും ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ എന്തേലും പ്രാർത്ഥിച്ചു, എന്തേലും പാടി, എന്തേലും ഒരു പ്രസംഗം കേട്ടു, അതും ഓഫാക്കി അങ്ങ് പോകരുത്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം, പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ബൈബിൾ വചനങ്ങൾ ബൈബിളിനകത്തുണ്ടോ എന്നൊക്കെ നോക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. നന്മയും കരുണയും കിട്ടുമ്പം ദേവാലയത്തിൽ വന്നില്ലെന്നല്ല, ഞാൻ നിൻ്റെ ആലയത്തിൽ വസിക്കും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അവിടെയെല്ലാം കൈവിടാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ മറക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്ക്, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. സന്തോഷമായിട്ടിരിക്കുക, ദൈവകൃപയിലായിരിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച ആരാധനയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങാം. 16-ാമത്തെ ദിവസമാണ്. നമുക്കൊരു നിയോഗമുണ്ട്, നമുക്കൊരു പ്രാർത്ഥനയുണ്ട്, നമുക്കൊരു ദൈവസന്നിധിയിൽ ഒരു നിയോഗത്തോടെ കടന്നു പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും വചനം കേട്ടവരെയും ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്നു. കർത്താവെ, ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ആരാധനയിലേക്ക് പ്രവേശിച്ച് സത്യത്തിലും ആത്മാവിലും ഈ ജനം ആരാധിക്കുമ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള 33 ദിവസവും ഇവരുടെ ജീവിതത്തിൽ ദൈവീകമായ ചലനങ്ങൾ സംഭവിക്കുന്ന, വിടുതലുകൾ സംഭവിക്കുന്ന, സൗഖ്യങ്ങൾ സംഭവിക്കുന്ന, അഭിഷേകങ്ങൾ കൊണ്ട് നിറയുന്ന മണിക്കൂറുകളും ദിനങ്ങളുമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര ബൈബിളിലെ ദാവീദിന് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലുണ്ട്. ദൈവമേ, അങ്ങയുടെ നന്മയും കരുണയും കൊണ്ട് എൻ്റെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞാൻ എന്നും എന്നേക്കും അങ്ങയുടെ ആലയത്തിൽ വസിച്ചുകൊള്ളാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം. നിത്യവും ജീവിക്കും ദൈവപുത്ര, തിരുവോസ്തിയിൽ വാഴും അത്യുന്നത, ജീവിതം മുഴുവൻ കാഴ്ചയണച്ചിന്ന് ഏകുന്നു ദൈവമേ ആരാധന. നിത്യവും ജീവിക്കും ദൈവപുത്ര, തിരുവോസ്തിയിൽ വാഴും അത്യുന്നത, ജീവിതം മുഴുവൻ കാഴ്ചയണച്ചിന്ന് ഏകുന്നു ദൈവമേ ആരാധന. കർത്താവാം ദൈവമേ ആരാധന, ആരാധന, ആരാധന. സൃഷ്ടാവാം ദൈവമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33 ദിവസത്തെ അനുഗ്രഹീത പ്രാർത്ഥനയുടെ ഒരു ദിവസത്തെ വചനവും ആരാധനയിലുമാണ് പ്രിയപ്പെട്ടവരായ നിങ്ങളും ഞാനും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ആ നല്ലവനായ ദൈവത്തെ നമുക്കിതുപോലൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനും
നിയോഗങ്ങൾ സമർപ്പിക്കാനൊക്കെ ദൈവം നമുക്ക് അവസരം നൽകി. ഇതെല്ലാം ഒരു അനുഗ്രഹത്തിൻ്റെ ചില നിമിത്തങ്ങളാണ്. ഇതെല്ലാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് പോലും ഒരു നിയോഗമാണ്. ഇതൊരു ഭാഗ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും ലോകത്തുള്ള വിവിധ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ, കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ കരങ്ങളെ ഉയർത്തി കുറച്ചു നേരം നമുക്ക് ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ നിയോഗങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ആമേൻ, 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 ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും ഒരുമിച്ച് നന്ദി പറയാം. യേശുനാഥ, കുടുംബമായി എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടത് സങ്കീർത്തനം 23-ാം അധ്യായത്തിലെ ചില വചനങ്ങളാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ആർക്കാണ് കുറവുകൾ ഉണ്ടാകാത്തത്? ദൈവം ഇടയനായിട്ടുള്ളവർക്ക്, എല്ലാവർക്കുമല്ല. ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്ക് വിശ്വാസത്തിലൊന്ന് പറഞ്ഞേ, ഈ ദൈവം എൻ്റെ ഇടയനാണ്. എൻ്റെ ഇടയനായ ദൈവം, എൻ്റെ ദൈവത്തെ ഞാൻ വിളിക്കുന്ന അങ്ങനെ, എൻ്റെ ഇടയനായ ദൈവം. ദൈവം എൻ്റെ ഇടയനാണെങ്കിൽ ഉറപ്പ് തരുന്ന വചനം, നിനക്കൊരു കുറവും ഉണ്ടാവുകയില്ല. അടുത്തൊരു വാക്കുണ്ട്, 4-ാമത്തെ വാക്യം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ആ വാക്കുകൾ ആരാധനയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങുകയാണ്. മരണത്തിൻ്റെ നിഴൽ. ചിലർ പറയാറുണ്ട്, ഞാൻ മരണത്തിൻ്റെ നിഴലിലാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. എന്താണത് സൂചിപ്പിക്കുന്നത്? ജീവിതത്തിൽ താങ്ങാനാവാത്ത പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും മുമ്പിൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ, നമ്മൾ തമ്മിൽ അറിയില്ലെങ്കിലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ജീവിതം അങ്ങനെ കടന്നു പോകുന്നവരുണ്ട്. മരണത്തിൻ്റെ നിഴൽ, ഒരാളുടെ നിഴൽ പോലും എവിടെയാണ്? അയാൾ നിൽക്കുന്ന സ്ഥലത്താണ് അയാളുടെ നിഴൽ. അല്ലാതെ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നിഴൽ, അങ്ങനെയല്ല. അയാളോട് ചേർന്ന് കണക്റ്റഡ് ആയിരിക്കും നിഴലും. ഇതുപോലെ ജീവിതത്തോട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന മരണത്തിൻ്റെ നിഴൽ വീണ ജീവിത സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുഭവിച്ച ഒരു വ്യക്തിയുടെ അനുഭവമാണ് ഇന്ന് നിങ്ങൾ പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഹാഗാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വലിയ സങ്കടം. ഒരു ദിവസം അബ്രാഹാം തൻ്റെ ഭാര്യയുടെ സാറായുടെ വാക്കുകേട്ട് നിർബന്ധം കൊണ്ട് ഹാഗാറിനെയും കുഞ്ഞിനെയും കുറച്ചപ്പവും വെള്ളവും കൊടുത്ത് മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ആളും അർത്ഥവും കൂടും ഒന്നുമില്ലാത്ത, തല വച്ച് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലുമില്ലാത്ത, കയറിക്കിടക്കാനൊരു
വീടെന്ന് പറയുന്ന ഒരു സംവിധാനം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരമ്മയും കുഞ്ഞും, ഹാഗാറിൻ്റെ കുഞ്ഞും. ആ യാത്ര എവിടെ ചെന്ന് അവസാനിച്ചു എന്നറിയാമോ? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ. ഭക്ഷണം തീർന്നു, ആ സഞ്ചിയിലെ അവസാനത്തുള്ളി വെള്ളവും തീർന്നു. എന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ അവസാനത്തുള്ളിയും തീർന്നു പോയോ? എല്ലാ പ്രതീക്ഷകളുടെയും അവസാനത്തെ ആ വാതിലും അങ്ങ് അടഞ്ഞോ? ചിലർ പറയാറില്ലേ, പ്രതീക്ഷയുടെ അവസാനത്തെ വാതിലും അടഞ്ഞു കേട്ടോ. അവസാനത്തുള്ളിയും തീർന്നു. ഇനി നോ ഹോപ്പ്, പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. എല്ലാ വാതിലുകളും അടഞ്ഞു, തീരേണ്ടതൊക്കെ തീർന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. അപ്പോൾ ഹാഗാർ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ കയ്യിൽ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന കുഞ്ഞ് ഭക്ഷണവും വെള്ളവുമില്ലാതെ വല്ലാതെ മെലിഞ്ഞു, വയറൊട്ടി. ഒരാൾ ദീർഘനാൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുടലുകൾ ഒട്ടിപ്പോകും, വയറ് ചുങ്ങും, തല വലുതായി നിൽക്കും, ഉടല് ചെറുതാകും, വാരിയെല്ലുകൾ തൊലിപ്പുറത്ത് തെളിഞ്ഞു കാണാൻ പറ്റുന്ന രീതിയിലാകും, കൈയുടെ ഓരമൊക്കെ ഉന്തി വരും, അങ്ങ് അസ്ഥികൂടം പോലെയാകും. അതുപോലെ ഹാഗാർ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞ് ഭക്ഷണവും വെള്ളവുമില്ലാതെ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്നൊരു അന്തരീക്ഷത്തിൽ വല്ലാതെ ക്ഷീണിച്ചുപോയി. മരിക്കുമെന്ന് ഉറപ്പായൊരു സമയത്ത്, എപ്പോഴാണ് നമുക്കൊരാൾ മരിക്കുമെന്ന് തോന്നുക? അത് നമുക്കറിയാൻ പറ്റും. ആളെ കാണുമ്പം, ആ വ്യക്തിയുടെ ആരോഗ്യവും ആ നിലയും ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഈ മനുഷ്യൻ. അതുപോലെ ഹാഗാറിന് തോന്നി, ഈ കുഞ്ഞ് മരിക്കും. ഏതൊരമ്മയാണ് സഹിക്കുക? സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ലാത്ത, കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത, ലാളിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത കുഞ്ഞ് കയ്യിലിരുന്ന് മരിക്കണ്ട എന്ന് വിചാരിച്ച് തൊട്ടപ്പുറത്തുള്ളൊരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തി. ഒരമ്പെയ്ത്ത് ദൂരം മാറി തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേക ഫ്രെയിം. ആ വാക്യം വായിക്കുമ്പോൾ, ആ വചനം വായിക്കുമ്പോൾ ആ ഫ്രെയിം അങ്ങനെയാണ്. അമ്മ മാറി നിൽക്കുന്നു, കുഞ്ഞ് ഒരു കുറ്റിക്കാട്ടിൽ കിടന്നിട്ട് അമ്മ പറയുന്നു, കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല, അതാർക്കും തന്നെ കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു മരണം, അത് മനസ്സിൽ നിന്ന് മായാത്തൊരു ചിന്തയാണ്, ഒരു ചിത്രമാണ്. ആ സമയത്ത് അത് സങ്കീർത്തനം 23:4 പോലെയാണ്. മരണത്തിൻ്റെ നിഴൽ വീണൊരു താഴ്വര അവിടെയുണ്ട്. മരണത്തിൻ്റെ നിഴലാണ് അവിടെ. ആ സമയത്ത് പ്രതീക്ഷിക്കാനൊന്നുമില്ല. അബ്രഹാം കൊടുത്തുവിട്ട അപ്പം തീർന്നു. ഒരു തുകൽസഞ്ചി വെള്ളം കൊടുത്തുവിട്ട് അതിൻ്റെ അവസാനത്തുള്ളിയും തീർന്നുപോയ മരണത്തിൻ്റെ നിഴൽ വീണൊരു താഴ്വര. ഇതുപോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലുള്ള ആരൊക്കെയോ എവിടെയൊക്കെയോ ഉള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഈ ആരാധന നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ്. ദൈവം ഇടപെടുന്ന സമയവും സാഹചര്യവും കണ്ടുകൊള്ളണം. ആ കുഞ്ഞിനെ അവിടെ കിടത്തി. ആ അമ്മ തിരിഞ്ഞിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് മരിക്കാറായി വയറൊട്ടിപ്പോയ, കുടലൊട്ടിപ്പോയ കുഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞു എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉച്ചത്തിൽ കരഞ്ഞാൽ മരുഭൂമിയിൽ ആരാ കേൾക്കാനുള്ളത്? തൊട്ടപ്പുറത്തിരിക്കുന്ന അമ്മ കേട്ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒരു അമ്പെയ്ത്ത് ദൂരം അമ്മയുണ്ട്, കേട്ട് കാണും. പക്ഷേ കേട്ടത് ആര് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 2 സമയങ്ങളെ ചേർത്ത് വയ്ക്ക്. പ്രഭാഷണ സമയത്ത് നിങ്ങളോട് പറഞ്ഞു, ആ മരുഭൂമിയിൽ ആ കൊച്ചിൻ്റെ അടുത്തുണ്ടായിരുന്നത് ഒരു അമ്പെയ്ത്ത് ദൂരം അമ്മയാണ്. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ പറയാൻ പറ്റും, അമ്മയേക്കാൾ അടുത്തായിരുന്നു ആ കുഞ്ഞിൻ്റെ അടുത്ത് ദൈവം. ആ സാഹചര്യത്തിൽ ദൈവം നിങ്ങളുടെ അടുത്ത് പലരുമുണ്ട്, നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് പലരുമുണ്ട്. അവരെക്കാൾ അടുത്താണ് ഇന്ന് നിനക്ക് ദൈവം. അവരെക്കാൾ അടുത്താണ് ഇന്നും നിനക്ക് ദൈവം. അത് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ജീവിതത്തെ നീട്ടിപ്പിടിച്ച് നിയോഗത്തെ കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ കയ്യെത്തും ദൂരത്ത് വിളിച്ചാൽ, ഫോൺ വിളിച്ചാൽ ഉടനെ ഓടി വരാൻ ധാരാളം ആളുകളുണ്ട്. അവരെക്കാൾ അടുത്താണ് ഇന്നും നിനക്ക് ദൈവം. അത് തെളിയിച്ച ഭാഗമാണത്, തെളിയിച്ച ഭാഗമാണ്. ജീവിതത്തെ കൊടുക്ക്. ആ കുഞ്ഞിൻ്റെ കരച്ചിലിൽ പോലും ദൈവം ഇടപെട്ടെങ്കിൽ, നിങ്ങൾ പുറത്തെ കണ്ണുകൾ കൊണ്ട് കരയുന്നവരല്ലെങ്കിലും നിങ്ങളുടെ അകത്തെ മനസ്സ് ആരും കാണാതെ കരയുന്നു, ആരും കാണാതെ ഒത്തിരി ദുഃഖിക്കുന്നു.
ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്ത് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്ക്. കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ, കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വർഗം കെട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം, ആരാധനയുടെ സ്വരം, നിലവിളിയുടെ സ്വരം, പ്രാർത്ഥനയുടെ സ്വരം സ്വർഗം കേൾക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. അർത്ഥമറിഞ്ഞ് യഹോവയാം ദൈവമൻ ഇടയനത്രേ. സങ്കീർത്തനം 23:1. ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശൈകളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നു ഉറവിങ്കലേക്ക് അവൻ എന്നെ നടത്തുന്നു. പിന്നെയോ പ്രാണനെ തണുപ്പിക്കുന്നു. നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു. നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. കാരണമുണ്ട്, ഉന്നതനോട് കൂടെയുണ്ടല്ലോ. തന്നിടുന്ന ആശ്വാസം തൻ വഴിമേലെന്നോട്. ഉന്നതനോട് കൂടെയുണ്ടല്ലോ. തന്നിടുന്ന ആശ്വാസം തൻ വഴിമേൽ. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പാടിയതിനെ, ആ പാട്ടിൻ്റെ ഓരോ വരികളിലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കരുതുന്നൊരു ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യം ഈശോ നിങ്ങളോട് പറയുന്ന കാര്യമാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഹാഗാറിൻ്റെ ജീവിതവും മരുഭൂമിയിൽ, ആളും അർത്ഥവുമില്ലാത്ത മരുഭൂമിയിൽ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിങ്ങൾ കണ്ടു സ്വർഗത്തിലെ ദൈവം കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിട്ട് അമ്മയോട് പറഞ്ഞു, എഴുന്നേൽക്ക്. എന്നിട്ട് ആ കുഞ്ഞിനെ കൈകളിലെടുക്കാൻ പറഞ്ഞു. എന്ത് വിഷമത്തോടെയാ ആ കുറ്റിക്കാട്ടിൽ കിടത്തിയെന്നറിയാമോ? ഇപ്പം മരിച്ചു പോകും, എല്ലാം കൈവിട്ടു, അവസാനത്തുള്ളിയും തീർന്നു, പ്രതീക്ഷയുടെ അവസാനത്തെ ആ ജനലും വാതിലും വരെ അടഞ്ഞു. അപ്പോഴാണ് താഴെ വച്ചത് നിരാശയോടെയാണെങ്കിൽ ദൈവം എടുക്കാൻ പറഞ്ഞു. അതേ വിഷയം, അതേ കാര്യം ദൈവം എടുപ്പിച്ചത് നിരാശയോടെയല്ല, പ്രതീക്ഷയോടെ. ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി സ്വർഗം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇവനിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ കൊണ്ടുവരും. അങ്ങനൊന്നും വെറുതെ പോലും ഒരു വാക്ക് പറയാൻ കഴിയില്ല. കാരണം ഭക്ഷണമില്ലാത്ത മരുഭൂമിയിലെ വെയിലിൻ്റെ ചൂടേറ്റ് കറുത്ത് കരിവാളിച്ചു പോയ ശരീരവും, ഭക്ഷണവും വെള്ളവും കഴിക്കാതെ കുടലും വയറും ഒട്ടിപ്പോയ ശരീരവും, ആ ഒരു ശരീരത്തെ, മെലിഞ്ഞുണങ്ങിയ ശരീരത്തെ, ആരാം വാലി തെളിഞ്ഞു കാണാൻ പറ്റുന്ന ആ ശരീരത്തെ നോക്കിയിട്ട് സ്വർഗം എന്നാ പറഞ്ഞത്, ഈ കുഞ്ഞ് മരിച്ചു പോകത്തുള്ളേ ഉള്ളൂ, ഇനി വലിയ പ്രതീക്ഷിക്കാനൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് നിരാശയുടെ വാക്കുകളാണ്. എന്നാൽ സ്വർഗം പറഞ്ഞു, ഇവനിൽ നിന്ന് ഞാൻ
വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. അടുത്ത വാക്ക് എന്നറിയാമോ? അവൻ മരുഭൂമിയിൽ വളർന്നു, അവൻ സമർത്ഥനായി മാറി. ആരവനെ പഠിപ്പിച്ചു? അവിടെ പഠിപ്പിക്കാൻ, ഫോർമേഷൻ കൊടുക്കാൻ ആളുകളുണ്ടായിരുന്നു. മരുഭൂമിയിൽ കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അന്നേരമാണോ ഫോർമേഷൻ കൊടുക്കാൻ ആളുകൾ? പിന്നെ എങ്ങനെ സമർത്ഥനായി മാറി? അതാണ് ദൈവത്തിൻ്റെ പരിപാലന. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ ഒരു കുറവും ഒരു മരുഭൂമിയിലും വരികയില്ല, ഒരു പ്രതിസന്ധിയിലും വരികയില്ല. ആരുമില്ലേലും പേടിക്കരുത്, ഒറ്റപ്പെട്ടു പോയാലും ഭയപ്പെടരുത്, എല്ലാം തീർന്നുവെന്ന് പറയരുത്. ആ മരുഭൂമിയിലും നിനക്ക് ദൈവമുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലിലെങ്കിലും കണ്ടിട്ടുള്ളോ മരുഭൂമി എന്നാണെന്ന്? ആളും അർത്ഥവും ഇല്ലാത്ത ഏകാന്തതയുടെ സ്ഥലമാണ് മരുഭൂമി. അതുപോലൊക്കെ ജീവിതം ചെന്ന് പെട്ടവരുണ്ട്, അതുപോലൊക്കെ ജീവിക്കുന്നവരുണ്ട്. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ജീവിതങ്ങളുണ്ട്, തീരത്തില്ല. ദൈവം അവിടുന്ന് വലുതായി നിങ്ങളെ മാറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്, ഇവനിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും, ഞാൻ കൊണ്ടുവരും. ആ ദൈവത്തിന്റെ വാക്കാ. അങ്ങനെയെങ്കിലും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഞങ്ങൾ കേട്ട ഈ വചനങ്ങളെ വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ കഷ്ടതയുടെ സങ്കടങ്ങളുടെ മരുഭൂമിയിലാണ് ഞാനും ഉള്ളത്. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ ലോകമെമ്പാടും പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ കുഞ്ഞുങ്ങളെയും ഇപ്പോൾ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് ഉത്തരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവത്തിന്റെ വാക്ക് ചേർന്ന് പാടാം. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ചേർന്ന് പാടി. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു. പിന്നെയോ സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവൻ എന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു. നീതിപാതയിൽ നടത്തുന്നു. സ്വരമുയർത്തിയത് പറഞ്ഞു. പ്രാണനെ തണുപ്പിക്കുന്നു. നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. കാരണം ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ. തന്നിടും ആശ്വാസം തൻവടി. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ. തന്നിടും ആശ്വാസം തൻവടിമേ. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. കർത്താവെ, അങ്ങയുടെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ എനിക്കിടയാക്കണമേ. ഈ പ്രാർത്ഥന 33 തവണ ആവർത്തിച്ച് ചൊല്ലുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.